2 കൊരിന്ത്യർ 8-5 വാക്യമാണ്. അതും ഞങ്ങൾ വിചാരിച്ചിരുന്ന പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ആമേൻ. മക്കതോന്യ സഭയ്ക്ക് ഒരു പ്രത്യേക നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ തന്നെ ദൈവത്തിന് നൽകി. ആമേൻ. 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 When you give yourself wholly to God, wholeheartedness will come and God will take all the situation in control. നിശ്ചയമായിട്ടും നാം നമ്മെ തന്നെ ദൈവത്തിന് പ്രാരംഭമായി കൊടുക്കുമെങ്കിൽ ആമേൻ, ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. Hallelujah. We can see that here Elijah told to that lady, that widow, give first to me. ഇവിടെ ഏലിയാവ് പറയുവാൻ കഴിയുന്നത് നീ ഒന്നാമത് എനിക്ക് നൽകുക എന്നാണ് ദൈവദാസൻ കൽപ്പിച്ചത്. അത് നിങ്ങളുടെ ബൈബിളിലുണ്ടല്ലോ. 13-ാമത്തെ വാക്യം. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. അതെ, അനുസരിക്കുന്ന യാഗത്തേക്കാൾ നല്ലതല്ലേ. നിശ്ചയമായിട്ടും നാം അനുസരിക്കുന്നുവെങ്കിൽ, അതെ, അങ്ങനെ ഒരു സ്റ്റെപ്പ് നാം കർത്താവിന് വേണ്ടി എടുക്കുമെങ്കിൽ ഒരു അത്ഭുതം നമ്മുടെ പടിവാതിക്കൽ കാത്തിരിക്കുകയാണ്. അത്ഭുതത്തിന് വേണ്ടി പുറകാലെ പാഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമെങ്കിൽ നമ്മുടെ കൈ എത്തിപ്പിടിക്കുന്ന അകലത്തിൽ ഇതാ ഒരു അനുഗ്രഹം കാത്തിരിക്കുക, അത്ഭുതം കാത്തിരിക്കുകയാണ്. 15-ാമത്തെ വാക്യം. Praise the Lord. 15th verse we can see that she went away as Elijah has told her. So there were food every day for Elijah and for the woman and the family. അനേക നാളിലേക്ക് ആ സഹോദരിക്കും മകനും ഭക്ഷണം കഴിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നു തകരുമെന്ന് ചിന്തിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെട്ടത്. ഞാൻ തകരുമല്ലോ, ഞാൻ നശിക്കുമല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. തകരുന്നതിന് തൊട്ടു മുമ്പായി ഇതാ ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ ദൈവം നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളും. അതിന് കാര്യങ്ങളെ അതെ ദൈവം കൈകാര്യം ചെയ്യുന്ന ദൈവം അത്രേ. ദൈവമാണ് സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ദൈവം. ദൈവമാണ് നിയന്ത്രിതാവ്. ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കലും അവൻ കൈവിടുന്ന ദൈവമല്ല. ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ തല താഴുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. തകരുമെന്ന് ചിന്തിക്കുന്നതിന് തൊട്ട് മുമ്പായി ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. അതൊരു വലിയ വഴിയാത്രേ. സരഫത്തിലേക്ക് പോകുക എന്ന് ദൈവം പറഞ്ഞു. എന്തായിരുന്നു അവിടുത്തെ വലിയ വഴി? നിന്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ തന്നെ ഒരു അത്ഭുതം ചെയ്യുക. ആമേൻ. ആമേൻ. അവിടെ സരപ്തയിൽ ഒരിക്കലും ഒരു കാക്കയും വരികയില്ല. അവൻ പ്രാർത്ഥിച്ച് ഒരു അത്ഭുതം അവന്റെ ജീവിതത്തിന് വേണ്ടി ചെയ്യുകയാണ് ചെയ്തത്. ദൈവം ഒരു വലിയ വഴിയിലേക്ക് അവനെ നടത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത് കെരീത്ത് തോട്ടിലായിരുന്നു അവൻ ചെയ്തത്. രണ്ടാമത് സരപ്തയിലേക്ക് ദൈവം അവനെ നയിക്കുകയാണ്. മൂന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നു അവനെ കർമ്മേൽ പർവ്വതത്തിലേക്ക് നിർത്തുകയാണ്.
God, he praise Lord chopped down 850 Baal's prophets. അവിടെ അതെ Baal's prophets were chopped down. നിന്നുകൊണ്ട് 850 ബാലിന്റെയും അശേര പ്രതിഷ്ഠയുടെയും പ്രവാചകന്മാരെ അരിഞ്ഞു വീഴ്ത്തുന്നതായി നാം കാണുകയാണ്. പടിപടിയായി ഏലിയാവിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന കാണുക. ദൈവത്തിന്റെ ഹിതപ്രകാരം നീ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചാൽ, ദൈവത്തിന്റെ നിയോഗപ്രകാരം നീ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചാൽ, പടിപടിയായി ദൈവം നിന്നെ നിശ്ചയമായി ഉയർത്തും. ദൈവത്തിന്റെ ഉന്നതമായ വഴിയിലേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. പുതിയ ദൈവത്തിൻ്റെതായ ഉന്നതമായ പദ്ധതിയിലേക്കും നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ ദൈവത്തിന്റെ പദ്ധതികളും വഴികളും കാണുവാൻ കഴിയും. ആ ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠയുടെ പ്രവാചകന്മാർ തകർന്നു വീഴുന്നത് നിങ്ങൾ കാണും. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം സഞ്ചരിക്കുമെങ്കിൽ ഹല്ലേലൂയ. ദൈവമാണ് ആ വിഷയത്തിന്മേൽ അതെ ദൈവം നിയന്ത്രിക്കുന്നെങ്കിൽ, ദൈവത്തിലാണ് പൂർണ്ണമായി സമർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നമ്മെ അതെ നമുക്ക് വേണ്ടി നൽകുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണിന് മുമ്പാകെ അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിലാണ് പൂർണ്ണമായി സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഹിതപ്രകാരമാണെങ്കിൽ ഒരു അത്ഭുതം കാണുക തന്നെ ചെയ്യും. സർപ്തയിൽ എന്താണ് സംഭവിച്ചത്? അതെ, every day there was a cake. അതെ അതെ കാക്ക കൊണ്ടുവന്ന് കൊടുത്തിരുന്നതായ അതെ അപ്പം അതിന്റെ വരവ് നിന്നുപോയി. Every day in Zarephath with the widow there was cake or food or provision. എല്ലാ ദിവസവും അതിന് പകരമായി ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള നന്മയും അതെ സംരക്ഷണവും അവിടെ ലഭിക്കാനിടയായി തീർന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം സഞ്ചരിക്കുമെങ്കിൽ അനുഗ്രഹം നിശ്ചയമായി നമ്മെ പിന്തുടരും. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം സഞ്ചരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം നടക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം നാം സഞ്ചരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുകയും സംരക്ഷണവും അതെ സ്തോത്രം. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. In which place we are lacking? In which place we are lacking? ഏത് സ്ഥലത്താണ് നമുക്ക് ശൂന്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? Are we afraid of life? ജീവിതത്തെ കൊണ്ട് നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Are we undergoing any crisis situation? ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നാം ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണോ? Don't worry. ആമേൻ. ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. Don't be afraid. ഭയപ്പെടേണ്ട കാര്യമില്ല. Depend upon God. ദൈവത്തിൽ ആശ്രയിക്കട്ടെ. A miracle will happen നിശ്ചയമായിട്ട് just before the point of breaking. നാം അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള വഴി നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരും. ഒരു അത്ഭുതം നടക്കും. And it is very clear that miracle happens before the people of God. ദൈവത്തിന്റെ ജനത്തിന് മുമ്പാകെ ഒരു അത്ഭുതം നിശ്ചയമായിട്ട് നടക്കും. ആമേൻ. Obedience is better than sacrifice. അനുസരിക്കുന്നതാണ് യാഗത്തെക്കാൾ നല്ലതായിരിക്കുന്നത്. Amen. Hallelujah. God took Elijah from depression. He was under the threat of Ahab. He was completely depressed. God told, you hide in the Kerith Ravine. ഇതാ ഏലിയാവിനെ അവന്റെ നിരാശയുടെ അടിത്തട്ടിൽ നിന്ന് ദൈവം അവനെ രക്ഷിക്കുകയാണ്. സ്തോത്രം. അതെ, ആഹാബിന്റെ ഭീഷണിയുടെ മുമ്പിൽ നിന്നും അതെ കെരീത്തിന്റെ ഇല്ലായ്മയുടെ അനുഭവത്തിൽ നിന്നും ദൈവനെ സൂക്ഷിച്ചു വിടുവിക്കുകയാണ്. അവന് ഒരു പ്രത്യേക ആശ പ്രത്യാശ ദൈവം നൽകുകയായിരുന്നു ചെയ്തത്. ദൈവത്തിൽ പൂർണ്ണമായി അതെ ആശ്രയിക്കുന്നെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദയവായി ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
എത്ര പ്രസംഗിച്ചാലും പരിചയമുള്ള എത്ര വേദഭാഗങ്ങൾ നാം വായിച്ചാലും അതിലുള്ള ദൈവത്തിന്റെ ദൂതുകൾ കുറഞ്ഞു പോകുന്നില്ല, തീർന്നു പോകുന്നില്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ശബ്ദം നാം കേൾക്കുന്നെങ്കിൽ, എന്നോട് സംസാരിച്ചതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, കാത്തിരിക്കുവാൻ മാത്രമല്ല ദൈവം നമ്മൾ പറയുന്നത്, പുറപ്പെടുവാൻ ദൈവം നമ്മൾ പറയുകയാണ്. കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ആലോചനകളെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരായിട്ടല്ല, അതിനെ പ്രവർത്തിപ്പിക്കുവാൻ ഒരാത്മധൈര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കട്ടെ. അനുസരിക്കുക, അത് യാഗത്തെക്കാൾ വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും, രക്തം ചെയ്യും. ദൈവം പറഞ്ഞിട്ടാണ് ചില വാക്കുകൾ രാജാക്കന്മാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ നാം ഉച്ചരിച്ചു തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ നാമും ചില വാക്കുകളൊക്കെ പറഞ്ഞവരാണ്. കർത്താവിനെ വിടുവിക്കുമെന്നും ഒക്കെ നമ്മൾ സാക്ഷ്യം പറഞ്ഞവരാണ്. എന്നാൽ തുടർന്ന് ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ദൈവമാണ് നമ്മുടെ നിയന്ത്രിതാവെങ്കിൽ അവൻ നമ്മെ മറയ്ക്കുക തന്നെ ചെയ്യും. എത്ര വലിയ സാത്താന്യ ശക്തികൾ ഉയർന്നാൽ അത് നമ്മെ തൊടാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അത് മാത്രമല്ല, അവന്റെ കണ്ണുകളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, തുടർന്ന് എങ്ങനെ പ്രകാരം എന്തെല്ലാം ലഭിക്കണമോ, എന്തെല്ലാം നന്മകൾ വേണമോ അതെല്ലാം അവൻ നമുക്ക് നൽകി തരുന്ന നല്ല സഹായകൻ കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം വേണമെന്ന് അവൻ അറിയാം. നിരാശയിൽ കൂപ്പുകുത്തുവാനാണ് ദുഷ്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ദൂത് പറഞ്ഞിട്ട്, ഈ പ്രത്യാശയുടെ വാക്ക് പറഞ്ഞിട്ട് ഹല്ലേലൂയ തകർന്നു പോകണമെന്നും ഡിപ്രഷനിലാകണമെന്ന് ദുഷ്ടൻ ആഗ്രഹിക്കുമ്പോൾ തന്റെ ജനം ഡിപ്രഷനിലാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിരാശയുടെ ഘട്ടങ്ങൾ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുകയാണ്. അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം എവിടെയൊക്കെയോ ശക്തമായി തട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ പാറയുടെ വിള്ളലുകൾ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഹൃദയങ്ങളിൽ അവൻ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതര സമന ഘടകരഹസ്യ അതുര പ്രബലഘട്ടസ്യ. നീ പ്രതികൂലങ്ങൾ ഒരിക്കലും ഒരു പ്രതികൂലമായി ഇതിനു മുമ്പിൽ നിൽക്കത്തില്ല. അതൊരു ചവിട്ടുപടിയായി തീരാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവശക്തി വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരാൻ പോകുകയാണ്. മറ്റുള്ളവർക്ക് വായിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ പുസ്തകമായി തീരാൻ പോകുകയാണ്. ഇന്നലെ വരാതിരുന്ന കാക്കകൾ ഒരുമിച്ച് കടന്നു വരുന്ന കാര്യം മറ്റൊന്നുമല്ല. ആമേൻ. അതുവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അവരവർ തന്നെയാണെങ്കിൽ ദൈവം നിയന്ത്രണം ഏറ്റെടുത്തു. തന്റെ ഭക്തന് വേണ്ടി ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല, ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, ഇവിടെ ജീവിപ്പാൻ കഴിയുകയില്ലെന്ന് ആമേൻ പലവട്ടം പറഞ്ഞെങ്കിലും ആമേൻ ദൈവത്തിലെ കാക്ക കടന്നു വരുന്നത്, നിയന്ത്രിക്കുന്ന ദൈവത്തിലെ കാക്ക കടന്നു വരുന്നത് ദൈവത്തിന്റെ ആത്മാവ് അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിനക്ക് മുമ്പേ ഇന്നലകളിൽ വന്നവൻ ഹല്ലേലൂയ ജീവിപ്പാൻ കഴിയാതെ ഓടിപ്പോയെങ്കിൽ ഏലിയാവേ നീ ഓടിപ്പോകയില്ല. നിന്നെ സുല്ലിടിപ്പിക്കാൻ കഴിയത്തില്ല. നിന്റെ നാവിന്മേൽ തന്ന ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ ആരെല്ലാം തോറ്റു പിന്മാറിയാലും ദൈവം തോൽക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ മനുഷ്യന് തോൽക്കുകയില്ല. മഴ പെയ്യിക്കാതെ ഇടി മുഴക്കാതെ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളയ്ക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ 100 വഴികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആർക്കു വേണ്ടിയോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. ഏലിയാവിന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ അവന് ചവിട്ടുപടിയാക്കി കൊടുത്ത ദൈവം, അടുത്ത ക്ലാസ്സിലേക്ക് അവനെ ഉയർത്തിയ ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുമെന്ന് അറിയട്ടെ. വിധവയുടെ വീട്ടിലേക്ക്, കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവനെ ഹേമിക്കുകയാണ്. കരീത്തിലെ പരിപാടി കഴിഞ്ഞു. ഇതാ നിന്നെ പുതിയ ഒരു യാത്ര നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ പൊക്കി അടിക്കാൻ പോകുകയാണ്, ചിലതിനെ ദൈവം യാത്ര അയക്കാൻ പോകുകയാണ്, ചിലതിനെ ദൈവം പ്രത്യേക സ്ഥാനങ്ങളിൽ
ആഴങ്ങളിലേക്ക് ആക്കി നിർത്തുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശബ്ദമായി തീരുവാൻ ദൈവജനത്തിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവിടെ ശക്തമായി ദൈവസഭയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ പടിപടിയായി ഉയർത്തുന്ന ദൈവിക മർമ്മം ഇന്ന് രാത്രി മുതൽ വെളിപ്പെടുകയാണ്. നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ അറിയാൻ കഴിയുകയില്ല. നിന്റെ പ്രിയപ്പെട്ടവർക്ക് നിന്നോട് വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിന്റെ പ്രദേശത്ത് നിന്നെ അടർത്തി മാറ്റി മറ്റൊരു പ്രദേശത്ത് നിന്നെ കൊണ്ടുപോയി നിർത്തി കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവജനത്തിനെ അടർത്തിയടിക്കുകയാണ്. അവിടുത്തെ വിഷയം അതിനേക്കാൾ കഠമാണ്. മരിക്കാനിരിക്കുന്നതിന്റെ വീട്ടിലേക്ക് ദൈവം അയക്കുകയാണ്. ജീവിതം മതി എന്ന് പറയുന്നതിന്റെ വീട്ടിലേക്ക് അവനെ അയക്കുകയാണ്. ഏലിയാവേ, ഇവിടെ നിന്റെ വിശ്വാസം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നീ മാത്രമല്ല ഒരു ദേശം മുഴുവൻ ചത്തുപോകും. എന്നാൽ നിന്റെ നാവിൻ തുമ്പത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ വചനം നിന്നെ മാത്രമല്ല വിടുവിക്കുന്നത്, ഒരു പ്രദേശത്തെ മുഴുവൻ രക്ഷിക്കാൻ പോകുകയാണ്. ഒരു വാക്ക് ഉച്ചരിച്ചാൽ അതിന് പിന്നിൽ ദൈവ ശക്തി വെളിപ്പെടാൻ പോകുകയാണ്. വേറെ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഏലിയാവേ, അത് നീ തന്നെയാണ്. നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞേ പറ്റൂ. വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, വീണ്ടാതിരിക്കരുത്. പറഞ്ഞു തുടങ്ങിക്കോ. ചില വീടുകൾ, ചില ഭവനങ്ങൾ, മരണകരമായ വിഷമങ്ങൾ കടത്തിവിട്ടിരിക്കുന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. കഴിഞ്ഞില്ല. ഒരു കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തിന്റെ തീയിറക്കി. ദൈവത്തിന്റെ ശുശ്രൂഷ എന്താണെന്ന് അന്യാരാധന ശക്തിയുടെ തേർവാഴ്ചകളെ വെട്ടിയോടി ഒതുക്കി അതിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവം പകരാൻ പോകുകയാണ്. അനുസരിക്കുന്നവരിലൂടെ ദൈവപ്രവൃത്തി, അനുസരിക്കുന്നതിലൂടെ ദൈവപ്രവൃത്തി, സമർപ്പിക്കുന്നവരുടെ ദൈവപ്രവൃത്തി ദൈവത്തിന്റെ പർവ്വതങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അന്യാരാധന ശക്തികൾ ഉയർന്ന സ്ഥാനത്ത് ആരാധനയുടെ ശരിയായ ആരാധനയുടെ മർമ്മം ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്തിന് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവന്റെ വഴികൾ വലുതാണ്. വിശപ്പ് കൊണ്ട് നീ മരിക്കയില്ല. ആരുടെയെങ്കിലും വാളുകൊണ്ട് നീ വീഴുകയില്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു വലിയ പദ്ധതിയാണുള്ളത്. ദിവസം വരുന്നത് വരെ ആർക്കും നിന്നെ തൊടുവാൻ കഴിയുകയില്ല. നിന്നെ നേരെ ഒരു മനുഷ്യനും നിൽക്കുകയില്ല. ബലപ്പെടുക, ചൈതന്യപ്പെടുക. ഇന്ന് രാത്രി നിരാശയുടെ ആത്മാക്കൾ ഓടുന്ന രാത്രിയാ. ഒരു ഭാഗ്യകരമായ പ്രത്യാശ ദൈവം നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വെച്ചു നീട്ടുകയാണ്. ധൈര്യപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തിയെ ബുദ്ധി കൊണ്ട് അളക്കരുത്. അവന്റെ വചനത്തെ തട്ടിക്കളയരുത്. അത് നിനക്ക് വീണ്ടും ജനത്തിന് വിടുതലിന് വേണ്ടിയും നിത്യതയിലേക്ക് ഒരുക്കുന്നതുമാണ്. അവനെ ബഹുമാനിക്കാം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തന്നെ ഉള്ളങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ ഗാതിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ ഗാതിടുമേ. തുണയെനിക്കേശുവാം ഉറവിനില്ലതാൽ അനുദിനം നാൻ നിഴലിൽ
മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ എൻ്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ എൻ്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണയെനിക്ക് കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ഓ ശരണമവൻ തരുന്നൻ ചിറകുകളിൻ കീഴിൽ പരിചയം ബലകയുമായി പരവനി പാരിടത്തിൽ ശരണമവൻ തരുന്നൻ ചിറകുകളിൻ കീഴിൽ പരിചയം ബലകയുമായി പരമനി പാരിടത്തിൽ തുണയെനിക്ക് കുറവിനി ഹുഡാ ബാബാ റിബാദാ ഹുദാ ബാദാ ഹുദാദാ ഹേദകരന്ദന വൈഡാനെ അനഗധാരക ദീപാനെ അന്ദന വനമല ദീപാനെ അനഗാദീപാ ദൂരാ ദീപാ നിരാശയുടെ ആത്മാക്കൾ ഓടിയട്ടെ തകരട്ടെ അൽഖര വൈഡ കരകജാദ അന്മന വൈഡ ദീപാദ ഉൾമാനഞ്ച ദീപാദ അനഗധാര വേദകരെ അർത്ഥകരത്തര വേദാര വീരകരന്ദന ദേനായ ഔണമനന്ദര ദേനികരേ അന്ദന ദിമനദേരകര ഉൾമന വൈഡക സന്ദന വൈഡ റൂഡാരജദ സൈദാദ ആമേൻ ദൈവത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ കരബനദ വൈഡാദ അനഗത്താന ദൂരഗജാന വൈഡക രഗദ സന്ദന ബൗഡ ആമേൻ 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 നിരാശയുടെ ശബ്ദമല്ല ലോകത്തിന്റെ ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദ ഞങ്ങളുടെ മധ്യേ മുഴങ്ങട്ടെ അന്തര മനമല വൈഡമല അർമിന ഗന്ധന ദാനാജ അടകാരീദ വൈഡാരാജ ദൂരാബാജ ഹൗഡ ബാബ ദീപാരാജ ഇന്ന് രാത്രി നിന്റെ ജനത്തെ ആദരിക്കണമേ ഇന്ന് രാത്രി ദൈവജനത്തിന് വേണ്ടി ഇറങ്ങണമേ അർദ്ധന ബൗഡ ഉടമല വൈഡ വന്ദന വേദ അടമന ദാന ഒടിയട്ടെ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ ഓടി മാറട്ടെ ജീവൻ വ്യാപരിക്കട്ടെ പുതിയ യാത്രകൾ പുതിയ വഴികൾ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഓ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സംഗ്രഹിച്ചിരിക്കുന്നവ വെളിപ്പെട്ട് വരുവാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കാരം വാദം വാദൽ കാര ദീപദായ സാജദായ ഹദ്ദര വീരജാല ബൗഡബാദ ഹദ്ദര വേദികട്ട വിടയമാല യേശുവിന്റെ നാമത്തിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാം എല്ലാവരും